ഈ ആയത്തോതിയിട്ട് കല്ലേരി വെച്ച ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്ത ഈ ആയത്തിനെ ശരിക്കും ശ്രദ്ധിച്ച കല്ലേരി ഓതി ദുർവ്യാഖ്യാനം ചെയ്ത ആയത്ത് ഏതാണ്? കല്ലേരി ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് എന്ന് ഉസ്താദ് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ? ദുർവ്യാഖ്യാനം അല്ലാതെ തെളിയിക്കാന് ആയിരിക്കെങ്കിലും കഴിയും വഹാബികൾക്ക്? നിങ്ങൾ പറ, ദുർവ്യാഖ്യാനോ അല്ലയോ എന്ന് തെളിയിച്ചു തരാം. പക്ഷെ ഓതിയ ആയത്ത് ഏതാണ് എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് അതുകൂടി പറ. ഞാൻ പറയുന്നു ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു മക്ക മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ. ശരിക്കും ശ്രദ്ധിച്ചോടെ, ഞാൻ പറയുന്നു ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു, എന്നിട്ട് മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ബാക്കി കേട്ടോ, ആയത്തിനെ കൊണ്ടുവന്നിട്ട് മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തിനെ കൊണ്ടുവന്നിട്ട് സുന്നികളെ മേലെ ജനങ്ങളെ മേലെ, ഇത് മൊത്തത്തിൽ ജനങ്ങളെ മേലെയാണ് അടിച്ചേൽപ്പിച്ചത്, സുന്നികളെ മേലെയല്ല. ഇത് മൊത്തത്തിൽ ജനങ്ങളെ മേലെയാണ്. സുന്നികളെ മാത്രമല്ല, മുജാഹിദുകളെ മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യരോടാണ് പറയുന്നത്. മക്ക മുശ്രിക്കുകളോട് മാത്രമല്ല, മൗലവിമാരെ നിങ്ങളോടും ഞങ്ങളോടും ലോകത്തുള്ള സകല മനുഷ്യന്മാരോട് പറയുന്നത്. എന്താ പറയുന്നത്? നിനക്ക് കേൾപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എങ്ങനെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല? അള്ളാഹു ഖുർആനിൽ എന്താ പറഞ്ഞത്? ഇന്നക ലാ തുസ്മിയുൽ മൗത, നിനക്ക് മയ്യത്തിനെ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് ലോകത്തുള്ള സകല മനുഷ്യർക്കുള്ള ഓട്ട. പക്ഷെ ഈ പറയുന്നത് ആരോടാണ്? മുഹമ്മദ് നബിയെ ഇന്നക്ക, നിനക്ക് മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ആയത്തിലുള്ള എന്താണ്? മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് കഴിയില്ലെങ്കിൽ ലോകത്തൊരുത്തനും കഴിയില്ല. അപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഈ ആയത്ത് ബാധകമാണ്. ഇത് മക്ക മുശ്രിക്കുകൾക്കല്ല, മൗലവിമാർക്കോ മുജാഹിദുകൾക്കോ മനുഷ്യരായിട്ട് ആര് ജനിച്ചിക്കോ അവർക്കൊക്കെ ബാധകമാണ്. എന്താ കാരണം? മുഹമ്മദ് നബിക്ക് കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്തത് ഒരുത്തനും കഴിയില്ല. എന്നിട്ട് മുസ്ലിയാർ പറയുന്നത് നോക്ക്, അവിടെ ലോക ജനങ്ങളെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റൂല എന്ന് പറയണം. അത് തന്നെയാ പറഞ്ഞ്, ലോക ജനങ്ങളെ മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ആയത്തിലുള്ള എന്താണ്? മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് കഴിയില്ലെങ്കിൽ ലോകത്തൊരുത്തനും കഴിയില്ല. അങ്ങനെയാ ഉസ്താദ്? മുഹമ്മദ് നബിക്ക് കഴിയില്ല, പിന്നെ ലോകത്തൊരുത്തനും കഴിയില്ല. പിന്നെ മക്ക മുസ്ലിക്കിനോടാ പറഞ്ഞ നിനക്ക് കേൾപ്പിക്കാൻ പറ്റൂല മുസ്ലിക്കേന്ന്. കളവ്, ശുദ്ധമായ കളവ്, പേരുന്നോണ. മക്ക മുശ്രിക്കുകളോടല്ല പറഞ്ഞ് മുഹമ്മദ് നബിയെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. മക്ക മുശ്രിക്കുകളാണ് ആണെങ്കിൽ എങ്ങനെയാ പറയാ? ഇന്നക്കാന്നാ പറയാ? ആണോ? ഇന്നക്കാന്നാ പറയാ? നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാ? നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല മക്ക മുശ്രിക്കുകളെ എന്നല്ല പറയാ? മുഹമ്മദ് നബിയെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞ്. അപ്പം അതാർക്ക് ബാധകമാണ്? മക്ക മുശ്രിക്കുകൾക്കും മൗലവിമാർക്കും മുജാഹിദുകൾക്കും ലോകത്ത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ബാധകമാണ്. മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, മുഹമ്മദ് നബിക്കും കഴിയില്ല, ലോകത്ത് ആർക്കും കഴിയില്ല. അതാ അതിൻ്റെ അർത്ഥം. എന്നിട്ട് മൊയ്ലാർ എന്താ പറഞ്ഞ്? സീക്കേൻ്റെ ദുർവ്യാഖ്യാനം, പേരുന്നോണ, ഒന്നാം നമ്പർ ദുർവ്യാഖ്യാനം. ഈ ആയത്തോതിയിട്ട് ഇന്നക ലാ തുസ്മിയുൽ മൗത്താന്ന് ഉള്ള നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നത് മക്ക മുശ്രിക്കുകളെ നിനക്ക് കഴിയില്ല. ഏത് മുശ്രിക്കിനോട് നിനക്ക് കഴിയില്ല? നിങ്ങൾക്ക് കഴിയില്ല എന്നാ പറഞ്ഞെങ്കിലും ഓക്കെ അല്ല. ഇവിടെ എന്താണ്? മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് ലോകത്ത് ഒരൊറ്റ മയ്യത്തിനെ ഖിയാമത്ത് നാൾ വരെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് കഴിയില്ല, ലോകത്ത് ഒരുത്തനും കഴിയില്ല. അങ്ങനെയോ വലിയ എൻ്റെ അർത്ഥം. എന്നിട്ട് CK കല്ലേരി ദുർവ്യാഖ്യാനം ചെയ്തു. ഒന്നാം നമ്പർ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ മുസ്ലിയാർ പറയാ ലോകത്ത് ഒന്നാം നമ്പർ ദുർവ്യാഖ്യാനക്കാരനാണ് ഈ ഉസ്താദ്. എന്നിട്ട് അദ്ദേഹം പറയാ CK കല്ലേരി ദുർവ്യാഖ്യാനിച്ചു. CK കല്ലേരി പറഞ്ഞെന്താ? മുഹമ്മദ് നബിക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ലോകത്തൊരുത്തനും മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, മരിച്ചുകൾ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാ CK കല്ലേരി പറഞ്ഞേ. ഇയാളെന്താ പറഞ്ഞേ? മക്ക മുശ്രിക്കുകളെ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്കൊക്കെ കഴിയും. മക്ക മുശ്രിക്കുകൾ ഒഴിച്ച് ബാക്കി ലോകത്തുള്ള എല്ലാവർക്കും മരിച്ചുപോയ മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയും
എന്ന് മുസ്ലിയാർ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്തിനാ ഉസ്താദേ ഇങ്ങനെ കളവ് പറയുന്നത്? അള്ളാന്റെ ദീനിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഈ ജാതി പേരും നോണിയാ പറയാ ഉസ്താദേ?